നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ് ഒരുക്കം. ഇംഗ്ലീഷിൽ പ്രിപ്പറേഷൻ. ഓരോ സംഭവങ്ങൾക്കും ഒരുക്കം വിവിധ തരത്തിലും അതിനെടുക്കുന്ന സമയം വ്യത്യസ്തവുമായിരിക്കും. വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട് എങ്കിൽ അതിന് ഒരുക്കം ഒരു തരം, വിവാഹത്തിന് ഒരുക്കം മറ്റൊരു തരം. ഇങ്ങനെ പലതരത്തിലുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ ഒരു ഒരുക്കം കാണുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എവങ്കലിസ്തൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ തൻ്റെ പരസ്യശുശ്രൂഷയ്ക്ക് മുൻപായി യേശു തമ്പുരാൻ 40 ദിവസം മരുഭൂമിയിലായിരുന്നു എന്ന് കാണുന്നു. സമവീക്ഷണ സുവിശേഷങ്ങളായ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്തന്മാരൊക്കെ ഈ സംഭവം വിവരിക്കുന്നുമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായി മരുഭൂമിയുടെ വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് കാണുന്ന പ്രധാന ചിന്ത ഒരു സെപ്പറേഷൻ ഫോർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ചുറ്റുപാടുകളുടെ സ്വാധീനങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ സംരക്ഷിതത്വത്തിൽ നിന്ന് പരുക്കൻ യാഥാർത്ഥ്യങ്ങളുടെ തീവ്രതയിലേക്ക് ഒരു മാറ്റം, തനിക്ക് ജീവിച്ചു പരിചയമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് മാറി അവയോട് പൊരുത്തപ്പെട്ട് എന്നാൽ ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണമായ അനുഭവം തിരിച്ചറിയുവാനും തന്നെ തുടർന്നുള്ള പരസ്യ ശുശ്രൂഷ അടുക്കോടും ചുറ്റിയോടും കൂടി ക്രമീകരിക്കുവാനും പൈശാചികനെ വളരെ കൃത്യമായി പരാജയപ്പെടുത്തി ഒഴിവാക്കുവാനും ഈ ഒരുക്കം സഹായിച്ചുവെന്ന് തന്നെ മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും തന്റെ ക്രൈസ്തവ ശുശ്രൂഷ ആരംഭിക്കുന്നതിനു മുൻപ് മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ മുൻപേ അപ്പോസ്തോലന്മാരായിരുന്നവരോട് കൂടെ ചേരുകയോ ചെയ്യാതെ അറബിയിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. അറേബ്യ ഒരു ഒരുക്കത്തിന്റെ അനുഭവമാണ്. ഈ ഒരു ഒരുക്കം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമല്ലേ? എപ്പോഴും നാം തിരക്കുള്ളവരല്ലേ? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലും സമയമില്ല എന്നൊരു തോന്നൽ നമുക്കില്ലേ? എല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാകുമ്പോഴും ഒരു അപൂർണത തോന്നാറില്ലേ? ദൈവത്തോട് ചേർന്ന് ഒരു മരുഭൂമിയുടെ അനുഭവം, ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് നമ്മുടെ മാനുഷിക ബലഹീനതകൾ അംഗീകരിച്ച് അത് പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവനാകുന്നുവെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായോട് ചേർന്ന് ഏറ്റുപറയുവാൻ സാധിക്കണം. ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, തിരക്കുകൾക്ക് അവധി നൽകി ദൈവത്തോട് ചേരുവാൻ, ശക്തിയെ പുതുക്കുവാൻ നമുക്കും ഒരു ഒരുക്കം ആവശ്യമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.